എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ന്യൂ ഇയർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഓരോ തരത്തിലുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അതിങ്ങനെ ഓരോന്നും പതിയെ പതിയെ ചെയ്തു വരുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ ഈ വർഷം എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള, ചെയ്യാനെന്നല്ല, ഞാനൊരു വലിയ ഡിസിഷൻ തന്നെ എടുത്തിട്ടുണ്ട്. ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരുടെങ്കിലും ഒരു കുറ്റമുണ്ട് പറയാൻ, ഇല്ലെങ്കിൽ ഇവർ ചെയ്ത് ശരിയായില്ല, ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ പറയാൻ ഒരു കോൺഫിഡൻറ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ക്യാരക്ടർ മാറ്റണം. എന്താണെങ്കിലും മുഖത്തോക്കി പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ മെയിനായുള്ള ഡിസിഷൻ. കാരണം ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ്സിലെ കണ്ടക്ടർ പറയും 5 രൂപയല്ലേ, ഇറങ്ങുമ്പോൾ തരാം. പിന്നെ ഈ 5 രൂപ ചോദിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും പക്ഷെ അതങ്ങോട്ട് പറ്റൂല. ഞാൻ വിചാരിക്കും, അയ്യോ അവരെന്തെങ്കിലും വിചാരിച്ചാലോ, 5 രൂപയല്ലേ, ഇപ്പം അത് ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. അങ്ങനെ എൻ്റെ പല 5 രൂപകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതുപോലെ പല പല കാര്യങ്ങൾ, ഇവരെന്ത് വിചാരിക്കും, അവരെന്നെ കുറിച്ച് എന്ത് പറയും, ഇത് പറഞ്ഞാൽ അവർക്ക് വിഷമാവോ, ഇങ്ങനെ വിചാരിച്ച് പല കാര്യങ്ങളും പറയാതെ ഇങ്ങനെ മനസ്സിലിട്ട് വെക്കുക. ഇത് എനിക്ക് തന്നെ ഭയങ്കര ഒരു പ്രഷറാണ് കേട്ടോ. കേൾക്കുന്ന ആൾ വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം എൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങ് മാറ്റണം. ഈ ഒരു ക്യാരക്ടർ മെയിൻലി മാറ്റണം. എന്ന് വെച്ചാൽ ആരെന്ത് വിചാരിച്ചാലും നമുക്കെന്താ കുഴപ്പം, ഈ വിചാരിക്കുന്നവരാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെന്ത് വിചാരിച്ചാലും ഇവരെന്ത് വിചാരിച്ചാലും ഇവർക്ക് വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ മാറ്റി വയ്ക്കാം, അവർക്ക് വേണ്ടി നമുക്ക് മറ്റേ കാര്യങ്ങൾ മാറ്റി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മുടെ കാര്യം നോക്കി പോവുക. ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അത് മുഖത്തടിച്ച പോലെ തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ കേൾക്കാൻ അർഹനാണെങ്കിൽ ഉറപ്പായിട്ടും പറയുക. നമ്മളെ നോവിക്കാത്തവരടുത്ത് നമുക്ക് അതുപോലെ റിയാക്ട് ചെയ്യും. പക്ഷെ നമ്മളെ നോവിച്ച് സംസാരിക്കുന്നവരടുത്ത് തിരിച്ചും അതുപോലെ സംസാരിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ നോവിക്കണ്ട, അവരെന്തെങ്കിലും വിചാരിക്കും, അവർക്കതൊരു വിഷമം ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം ആർക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും പറയേണ്ടതവരുടെ മുഖത്ത് നോക്കി പറയുക. അത് നിർബന്ധമായിട്ടും ഞാൻ ഇനി ചെയ്യും എന്നുള്ളത് എൻ്റെ ഈ ഒരു വർഷത്തെ ഡിസിഷനാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യും.